ഹായ് ഹലോ. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലൊരു കുർത്തയാണ് കേട്ടോ. അടിപൊളി കുർത്തയല്ലേ. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു വർക്കാണ്, ഇങ്ങനത്തെ ഒരു പാറ്റേൺ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഗ്യാദേഴ്സ് ഇടുന്ന ഒരു പാറ്റേൺ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ജോർജറ്റാണ് തുണി ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ജോർജറ്റിൻ്റെ തുണി ഞാൻ രണ്ടായിട്ട് മടക്കി ഇതുപോലെ ഇട്ടേക്കുവാണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് രണ്ടായിട്ട് തുണി മടക്കി ഇട്ടേക്കുവാണ്. ബാക്ക് നമ്മൾ ലൈനാണ് വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് എടുത്ത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 49.5 ഇഞ്ച് ലെങ്ത്താണ് ടോട്ടൽ എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതി തന്നെ ഫസ്റ്റ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. 6 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തേക്കുന്നത് മീഡിയം ടു ലാർജുകാരുടെ സൈസിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിം അളവുകൾ ലാർജ് വരെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും കേട്ടല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ചിന് താഴത്തേക്ക് 7 ഇഞ്ച് വരെ നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് താഴത്തേക്ക് 7 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അവിടെ നമ്മളൊന്ന് എൽ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എൽ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അവിടെ എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 11.5 ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിൽ കേട്ടതേ ഇതുപോലെ 11.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുവാണേ. അങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അവിടെ നമുക്കൊന്ന് ഒരു കർവ് പോലെ ആക്കിയെടുക്കണം നമ്മുടെ ആം ഹോള്. അപ്പോൾ ഇത് ലാർജ് വരെ ഉള്ളവർക്ക് നമുക്കിത് മതി കേട്ടോ. അപ്പോൾ ഈ സെയിം മെഷർമെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവേ. അപ്പോൾ അതെ അവിടെ നമുക്ക് എൽ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി മെഷർമെൻറ്റുകളെല്ലാം കാണിച്ചു തന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. 6 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ 7 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി ചെസ്റ്റിൻ്റെ അവിടെ 11.5 ഇഞ്ച് കേട്ടോ. അപ്പം നമ്മളിത് അത്രയും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു പോർഷനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ചാണ് കേട്ടോ. 1.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ മേളിലേക്ക് കയറ്റി ആ ഒരു മൂലയെന്ന് വേണം കേട്ടോ 1.5 ഇഞ്ച് നമ്മൾ മേളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അവിടെ ഇതുപോലെ നമ്മളൊന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് വരച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ അവിടുത്തെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു സ്ലിറ്റ് വരെയുള്ള ആ ഒരു പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. എനിക്കിവിടെ 18 ഇഞ്ചാണ് ഞാൻ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ വരെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ 18 ഇഞ്ച് നമുക്ക് സ്ലിറ്റ് എന്നുള്ളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ചിലർക്ക് 18 ഇഞ്ച് അല്ലായിരിക്കും, അതിൽ കൂടുതൽ ഇറക്കാം. അതൊക്കെ ഓരോരുത്തർ നിങ്ങളുടെ ഇഷ്ടമാണ്. ആ ടേപ്പ് വെച്ച് നിങ്ങളൊന്ന് അളന്ന് നോക്കണം എവിടെയാണോ നിങ്ങൾക്ക് സ്ലിറ്റ് വരേണ്ട ആ ഒരു പോർഷൻ. ഇതിൽ നമ്മൾ സ്ലിറ്റ് ഒന്നും ഇടുന്നില്ല കേട്ടോ, എലൈനാണേ. അപ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അളവെടുക്കുന്നതേ ഉള്ളൂ. ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ വരുമ്പോൾ അവിടെ എന്തോരം മാർക്ക് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ 11.5 അല്ലേ എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ 11.5 ആണ് കേട്ടോ എടുക്കുന്നത്. രണ്ടും സെയിം ആയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ എക്സ്ട്രാ ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമ്മൾ വയറിൻ്റെ ആ ഒരു ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ 1 ഇഞ്ച് കുറച്ചിട്ട് 10.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 11.5 ആണ് ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഹിപ്പിൻ്റെ അവിടെയും 11.5 ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ വയറിൻ്റെ അവിടെ 10.5 ഇഞ്ചാണ് 1 ഇഞ്ച് കുറച്ചിട്ട്. ഇനി നമ്മൾ ലൈനാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു 18 ഇഞ്ച് സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടുന്ന് ഇതുപോലെ നമ്മൾ മൂലയിലേക്ക് കണ്ടോ നമ്മൾ ഫുൾ താഴത്തെ ഫ്ലെയറും എടുക്കുന്നുണ്ട്, മുഴുവൻ ഫ്ലെയർ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങേ അറ്റം വരെ നമ്മൾ ഇതുപോലെ ടേപ്പ് പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് മൂല വരെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള അങ്ങനെ ചരിച്ച് വെച്ചിട്ട് കേട്ടോ, ചരിച്ച് വെച്ച് മൂല വരെ വരച്ചു കൊടുത്തതിന് ശേഷം താഴത്തെ ഭാഗം നമ്മൾ എപ്പോഴും ഇതുപോലെ ഒന്ന് കയറ്റി വെട്ടണം കേട്ടോ. സൈഡ് മാത്രം കയറ്റി വെട്ടിയാൽ മതി. ഏറ്റവും താഴെ അതായത് നമ്മുടെ കുർത്തയുടെ ഏറ്റവും താഴത്തെ പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് 2.5 ഇഞ്ചാണ് കേട്ടോ സൈഡിലേക്ക് കയറ്റി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ കയറ്റി വെട്ടിയില്ല എങ്കിൽ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് നമ്മുടെ മാർക്കിങ്ങിലൂടെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു. നമ്മളൊരു 1 ഇഞ്ച് നമ്മൾ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൂടുതൽ ഇടണമായിരുന്നു. നമ്മൾ സിബ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാർക്കിങ് നോർമൽ സിബ് വെക്കാത്ത ടോപ്പിന് ഇടണ പോലെയാണ് ഞാൻ മാർക്ക് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിബ് വെക്കാത്തവരാണെങ്കിൽ ഇപ്പം ഞാൻ മാർക്ക് ചെയ്ത ഈ വഴിയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം സിബ് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ച് സൈഡിലേക്ക് ഒന്ന് എക്സ്ട്രാ ഇടുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബ് വെക്കുമ്പോൾ നമുക്ക് അത്രയും തുണി അവിടെ നടുക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സിബ് വരുന്ന പോർഷൻ വരെ ഉള്ളത് കുറച്ച് 1 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ കുറച്ച് മാറ്റി വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ക്രേപ്പാണ് കേട്ടോ ലൈനിങ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് 4ആയിട്ട് ഇതുപോലെ മടക്കിയിട്ടേക്കുവാണ്. നമ്മൾ ഫ്രണ്ടും ബാക്കും ലൈനായിട്ട് തന്നെയാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പീസ് നമ്മൾ ഈ ലൈനിങ്ങിന്റെ പൊക്കത്തേക്ക് അതായത് 4ആയിട്ട്
മടക്കി ഇട്ട് കൊടുത്തേക്കുന്ന ലൈനിങ്ങിന്റെ മുകളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് 2 ഇഞ്ച് കയറ്റി നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. കാരണം ലൈനിങ്ങിന്റെ ലെങ്ത് നമുക്ക് ടോപ്പിന്റെ അത്ര തന്നെ വേണ്ട, ഒരു 2 ഇഞ്ച് കുറവ് മതിയേ. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ബാക്കിന്റെ ടോപ്പ് എങ്ങനെയാണോ വെട്ടിയെടുത്തത് അത് ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷന്റെ കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ്. ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാദേഴ്സ് ഇടുന്ന പോർഷനാണ് കേട്ടോ ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടി 36 ഇഞ്ച് നീളത്തിലാണ് ഞാൻ തുണി എടുത്തേക്കുന്നത്. 22.5 ഇഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. വീതി എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പം നമുക്ക് എന്തോരം കിട്ടുന്നുണ്ടോ അത്രയും തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 22.5 ഇഞ്ച് നമുക്ക് 45 ഇഞ്ച് വീതിയായിരുന്നു നമ്മുടെ ജോർജറ്റിനുണ്ടായിരുന്നത്. അപ്പോൾ ആ വീതി മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. നീളം നമ്മൾ 36 ഇഞ്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഗ്യാദേഴ്സ് ഇടുന്ന ആ ഒരു പോർഷനാണ് ആ ഒരു 36 ഇഞ്ചെന്ന് കാണിച്ചു തരുന്നത്. ആ ഒരു ക്ലിപ്പ് നമ്മുടെ നിന്ന് മിസ്സായി പോയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ താഴത്തെ ഗ്യാദേഴ്സ് ഇടുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യോക്കിന്റെ പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ 6 ഇഞ്ച് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം 1/2 ഇഞ്ച് ഒന്ന് താഴത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് താഴത്തേക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഇതുപോലെ ഒന്ന് വളച്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അവിടെ ഒന്ന് നമ്മളൊന്ന് കുഴിച്ച് വെട്ടുന്നത്, അതായത് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് താത്തി വെട്ടുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറൊക്കെ ഇരിക്കുന്നത് ഒന്ന് വളഞ്ഞിട്ടാണല്ലോ, സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫിറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 7 ഇഞ്ചാണ് ഷോൾഡറിന് ആം ഹോൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചരിച്ച് വെട്ടിയ ആ ഒരു ഭാഗത്തിന്റെ താഴത്തേക്ക് നമ്മൾ 7 ഇഞ്ച് ബാക്ക് നമ്മൾ വെട്ടിയതുപോലെ തന്നെ നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെസ്റ്റൊക്കെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ അളവാണ് കേട്ടോ ചെയ്യുന്നത്. 11.5 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ആം ഹോളിന്റെ ആ ഒരു ഇത് നേരത്തെ നമ്മൾ 1.5 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1.25 ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഫ്രണ്ട് വെട്ടുമ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. ആം ഹോളിന്റെ അവിടെ മാത്രമാണ് മാറ്റങ്ങൾ, ബാക്കി മെഷർമെന്റും കാര്യങ്ങളും ഒന്നും ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ നമ്മൾ ബാക്ക് കട്ട് ചെയ്ത പോലത്തെ തന്നെയാണ്. പക്ഷേ ഈ ആം ഹോൾ നമ്മൾ ഈ ഒരു മൂലയിൽ നിന്ന് നമ്മൾ നേരത്തെ 1.5 ഇഞ്ചായിരുന്നു എടുത്ത്, ഇവിടെ നമ്മൾ 1.25 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ അത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ആം ഹോൾ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അവിടെ ഒന്ന് 1/4 ഇഞ്ച് നമ്മൾ കയറ്റിയിട്ടാണ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഈ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന പോലെ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ 10.5 ഇഞ്ചാണ് കേട്ടോ ആ ഒരു വേസ്റ്റിന്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 10.5 ഇഞ്ച് വീതിയാണ് നമ്മൾ ആ ഒരു വയറിന്റെ ആ ഒരു ഷേപ്പിന്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അത് ഫ്രണ്ടും ബാക്കും ഒക്കെ അതുപോലെ തന്നെയാണ്. ബാക്കിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. 12.5 ഇഞ്ചായിരുന്നു കേട്ടോ നമ്മൾ ലെങ്ത് ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. 12.5 ഇഞ്ച് ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ എടുത്തേക്കുന്നത് യോക്കിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴ്ഭാഗം ഇതേപോലെ കയറ്റി വെട്ടുന്നത് എപ്പോഴും നല്ലതാണ്. താഴത്തെ ഈ ഒരു ഭാഗം നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലൊന്ന് കയറ്റി വെട്ടി കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു തൂങ്ങൽ വരാതിരിക്കാനാണ് കേട്ടോ 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലൊന്ന് കയറ്റി വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഞാനൊരു 13 ഇഞ്ചാട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. 13 ഇഞ്ച് ലെങ്ത് ടോട്ടൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് 13 ഇഞ്ച്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അതിലേ കൂടിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഫ്രണ്ടിന്റെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്കൊന്നും ഇപ്പോൾ മാർക്ക് ചെയ്ത് ഇപ്പം കൊടുക്കുന്നില്ല. നെക്കെല്ലാം നമ്മൾ വഴിയെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെന്റർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ട് ടോട്ടൽ 14.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 14.5 ഇഞ്ച് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നോർമൽ സ്ലീവാണ്. അപ്പോൾ നമ്മൾ 10.25 ഇഞ്ച് വീതിയാണ് അതിനുള്ളത്. അപ്പോൾ ഉള്ള വീതി മുഴുവൻ ഞാൻ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് ഇനിയൊന്നും ഞാൻ കുറയ്ക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ബോക്സ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ സ്ലീവിന് വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനൊക്കെ വരച്ചു കൊടുക്കുകയാണ്. 14.5 ഇഞ്ച് നീളത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോളിന്റെ കുഴിച്ച് വെട്ടുന്ന സ്ഥലത്ത് 4 ഇഞ്ചാണ് കേട്ടോ നമ്മൾ കുഴിച്ച് വെട്ടുന്നത്. അപ്പോൾ 4 ഇഞ്ച് ഇതുപോലെ നമ്മൾ കുഴിച്ച് വെട്ടുന്നുണ്ട്. ഈ അളവുകളെല്ലാം മീഡിയം ടു ലാർജുകാരുടെ അളവാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ അളവുകൾ തന്നെ ഫോളോ ചെയ്യാം. പിന്നെ താഴെ നമുക്ക് 7 ഇഞ്ചാണ് കേട്ടോ നമ്മൾ
മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ മാർക്കിംഗ് എല്ലാം തയ്യൽത്തും ഉൾപ്പെടെയുള്ള മാർക്കിംഗ് ആണ്. ഷേപ്പ് നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ സ്ലീവിന്റെ ലെങ്ത് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ലെങ്ത് നിങ്ങൾക്ക് ആക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ ഈ ഇത്രയും ലെങ്ത് എടുക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഞാൻ ഈ ലെങ്ത് വെട്ടി കുറയ്ക്കുന്നുണ്ട്. കാരണം എനിക്ക് ഈ ലെങ്ത് ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൈ നീളം കുറച്ച് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. താഴെ ഞാൻ 2 ഇഞ്ച് വീതിയിൽ നെറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ എംബ്രോയ്ഡറി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എംബ്രോയ്ഡറി വെച്ച് തയ്ക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. എംബ്രോയ്ഡറി വെക്കാത്തവർക്കാണെങ്കിൽ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് ഇത്രയും ഭാഗം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റിച്ചിങ് ആരംഭിക്കുക. നമ്മളപ്പോൾ എംബ്രോയ്ഡറി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ബോക്സ് ആയിട്ട് നമ്മൾ യോക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്, എംബ്രോയ്ഡറിയുടെ നീളം എന്ന് പറയുന്നത് 12 ഇഞ്ച് നീളവും താഴത്തേക്ക് എംബ്രോയ്ഡറിയുടെ നീളവും വീതിയാണ് കേട്ടോ പറയുന്നത്. 12 ഇഞ്ച് താഴത്തേക്ക് നീളവും 8 ഇഞ്ച് വീതിയുമാണ്. ടോട്ടൽ 8 ഇഞ്ച് വീതിയിലുമാണ് എംബ്രോയ്ഡറി ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് നമ്മൾ അതിനുള്ള സീം അലവൻസും എക്സ്ട്രാ ഇട്ട് കൊടുത്തേക്കുവാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സീം അലവൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ സെയിം പീസിന് അതുപോലെ തന്നെ ഒരു ലൈനിങ് പീസ് വെട്ടിയെടുക്കുന്നുണ്ട്. ലൈനിങ് പീസ് വെട്ടി എടുത്തതിന് ശേഷം ആ ലൈനിങ് പീസിലേക്ക് ഇതിന്റെ നല്ല വശം ഇതുപോലെ ചേർത്തിട്ട് കൊടുത്തേക്കുവാണ്. നല്ല വശം എംബ്രോയ്ഡറി ചെയ്ത നമ്മുടെ നല്ല വശം ഉണ്ടല്ലോ, നല്ല വശം ചേർത്തിട്ട് കൊടുത്തേച്ച് 1 ഫൂട്ട് ഇട്ടാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രോയ്ഡറി ഒക്കെ നമ്മൾ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ 1 ഫൂട്ട് ഇട്ടാൽ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. ഡബിൾ സൈഡ് ഉള്ള ഫൂട്ട് ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. നമ്മുടെ എംബ്രോയ്ഡറിയുടെ നമ്മുടെ പേളൊക്കെ അതിൻ്റെ അടിയിൽ കുടുങ്ങി എല്ലാം ചതഞ്ഞരഞ്ഞു പോകും. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ 1 ഫൂട്ട് ഇട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പീസിന് ഒത്തിരി ബലം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ലൈനിങ് വെക്കാതെയും നിങ്ങൾക്ക് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ ഉണ്ടായിരുന്ന തുണിയുടെ ആ ഒരു വശമെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വെട്ടി കളഞ്ഞേക്കുവാണ് കേട്ടോ. അങ്ങനെ വെട്ടിക്കളഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ 3 സൈഡാണ് അടിച്ചു കൊടുത്തിരുന്നത്. 3 സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ഇതുപോലെ മറിച്ചെടുത്തേക്കുവാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് അടിക്കാതെ വിട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഏറ്റവും റിസ്കി ഫാക്ടർ വരുന്നത്. ഇനി നമ്മൾ അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. എന്തിലേക്ക്? നമ്മുടെ യോക്കിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ യോക്കിൻ്റെ പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ടേ. മെയിൻ യോക്കിൻ്റെ പോർഷനിൽ ഞാൻ എന്തിനാണ് നോച്ച് ഇട്ട് കൊടുത്തതെന്ന് മനസ്സിലായല്ലോ. ഇപ്പം സെൻറ്റർ നോക്കിയിട്ട് തയ്യൽ തുമ്പ് മാത്രം വിട്ട് കൊടുത്തേക്കുവാണേ. നമ്മൾ 13 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് സെൻറ്റർ കണ്ടുപിടിച്ചതിന് കറക്റ്റ് സെൻറ്ററിൽ നമ്മളിത് ആ തുണി ഇപ്പം നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത പീസ് ഉണ്ടല്ലോ, ആ പീസ് നമ്മളിത് ഇതുപോലെ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് പിടിപ്പിക്കുന്നത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. നല്ല ടൈം എടുത്താണ് കേട്ടോ ഞാൻ ചെയ്തത്. നല്ല പാടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് തയ്യൽ തുമ്പേ ഉള്ളൂ. ആ തയ്യൽ തുമ്പിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നീറ്റായിട്ട് അടിച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 3 സൈഡും ഇതുപോലെ നീറ്റായിട്ട് വെച്ച് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ സെൻറ്ററിൽ തന്നെ വെച്ച് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റം നമ്മൾ നേരത്തെ എടുത്തപ്പം കറക്റ്റായിട്ട് കൂർപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തയ്യൽ നിർത്തിയിട്ട് ഈ അറ്റമൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടാണ് കേട്ടോ തയ്യൽ തുടരുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് പേൾപ്പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഈ എംബ്രോയ്ഡറിയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഒക്കെ ഇഷ്ടമായി ഇതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 3 വശങ്ങളിലും കൃത്യമായിട്ട് ഇതുപോലെ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് 3 ഇഞ്ച് വീതിയാണ് കേട്ടോ എടുക്കുന്നത്. 3 ഇഞ്ച് വീതിയും താഴത്തേക്ക് ഞാൻ 5.5 ഇഞ്ചാണ് കേട്ടോ താഴത്തേക്കുള്ള കഴുത്തിൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത്. ഇതും നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ 5.5 ഇഞ്ച് നീളം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുത്തേക്കണതാണ്. ഈ 3 ഇഞ്ച് വീതി നമുക്ക് മസ്റ്റായിട്ട് ഇതേ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. താഴത്തേക്കുള്ള ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇറക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇറക്കാം. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് 4.5 ഇഞ്ചാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. കാരണം അവിടെ ഒന്ന് താഴത്തേക്കൊന്ന് ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ. സൈഡിൽ നമ്മൾ 4.5 ഇഞ്ചും ഇങ്ങേ അറ്റത്ത് ഈ താഴത്തേക്ക് നമ്മളൊന്ന് കൂർപ്പിച്ച് വെട്ടിയേക്കുന്നിടത്ത് 5.5 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4.5 ഇഞ്ചിൽ നിന്നും 5.5 ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തേക്കുന്ന പോർഷൻ അതാണ്. ഇതുപോലെ നമ്മൾ ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പം നമ്മൾ യോക്ക് പോർഷൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോർമൽ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഇനി നമ്മളിതേ സ്ലീവാണ് ഫസ്റ്റ് ആദ്യം തന്നെ തയ്ക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2 ഇഞ്ച് വീതിയിൽ ഞാൻ നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ നെറ്റ് ഞാൻ 2 ആയിട്ട് മടക്കി എടുത്തേക്കുവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ലെയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ഇഞ്ച് വീതിയിൽ ആദ്യം നെറ്റ് എടുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ച് പിടിപ്പിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ അടിച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഇരുത്തി അടിച്ച് കൊടുത്തില്ല എങ്കിൽ അതിങ്ങനെ എഴുന്നിരിക്കും, ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാൻ അതേ 1 ഫൂട്ട് ഇട്ട് തന്നെയാണോ ഇത് അടിക്കുന്നത്. 1 ഫൂട്ട് ഇട്ട് അടിക്കാൻ നല്ല പാടാണ്. ഇങ്ങനെയൊക്കെ അടിക്കാൻ നേരം നമ്മൾ 2 സൈഡുള്ള ഫൂട്ട് തന്നെ ഇടണം. എന്നാലേ നമുക്ക് മര്യാദക്ക് കൃത്യമായിട്ടൊക്കെ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് യോക്കിന്റെ ഗ്യാദേഴ്സ് ഇടുന്ന പോർഷനാണ് കേട്ടോ. അപ്പം നമ്മൾ ഗ്യാദേഴ്സ് ഇടുന്ന പോർഷനിൽ ഇത്രയും ഭാഗത്തെ നമ്മൾ ആ ഒരു എംബ്രോയിഡറി വരുന്ന ഭാഗത്തെ നമ്മൾ ഗ്യാദേഴ്സ് ഇടുന്നുള്ളൂ. ബാക്കി പോർഷൻ നമ്മൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആ തുണി നമ്മൾ 2 ആയിട്ട് ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം പ്ലെയിൻ ആയിട്ട് എന്തോരം ഭാഗം വരുന്നുണ്ടോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഇത്രയും ഭാഗമാണ് നമുക്ക് വരുന്നത്. അത് നമ്മൾ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു പോർഷൻ കണ്ടില്ലേ, നമ്മളിവിടെ 22 മടക്കിയിട്ടതിന് ശേഷം 22.5 ഇഞ്ച് വീതിയാണ് കേട്ടോ നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ നടുക്ക് നമുക്ക് എന്തോരം തുണി വരുന്നുണ്ടോ അത്രയും ഭാഗത്ത് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുവശങ്ങളിലും പ്ലെയിൻ ആയിട്ടുള്ള അത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഇരുവശങ്ങളിലും നമ്മൾ പ്ലീറ്റ്സ് ഒന്നും ഇടത്തില്ല. സെന്ററിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പോർഷനിൽ നമ്മളിത് ഇതുപോലെ കൃത്യമായിട്ട് നല്ല നീറ്റായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ല ക്ഷമയോടെ വേണം കേട്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പേൾപ്പിൻ ഇതുപോലെ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ല എളുപ്പം ഉണ്ടാകും നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട്. നമുക്ക് ഉള്ളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാൻ പറ്റും പ്ലീറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പേൾപ്പിന്നോ വല്ലക്കോ ഇങ്ങനത്തെ കൂർത്തിരിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം. അപ്പോൾ അതേ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ ലെങ്ത് അത്രയും ഭാഗത്ത് പ്ലീറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞ ഒരു ഭാഗ്യം, ചക്ക ഇട്ടപ്പോൾ മുയലെത്തതാണ്. ആദ്യത്തെ ട്രയൽ തന്നെ എനിക്ക് കിട്ടി. നിങ്ങളപ്പോൾ ഇത് വെച്ച് നോക്കണം കേട്ടോ കറക്റ്റ് അല്ലേ എന്ന്. അപ്പം അങ്ങനെ നമ്മളിത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യോക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ആ എംബ്രോയിഡറിയുടെ താഴെ തന്നെ ഗ്യാദേഴ്സ് വരുന്നത് പോലെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പേൾപ്പിന് കുത്തി കൊടുക്കാം. ഞാനിവിടെ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് കേട്ടോ തയ്ച്ച് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാദേഴ്സിൻ്റെ ആ ഒരു പോർഷൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാദേഴ്സിൻ്റെ പോർഷൻ ആദ്യം തന്നെ കറക്റ്റായിട്ട് എംബ്രോയിഡറിയുടെ താഴെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അടിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇവിടെ പേൾപ്പിന് യൂസ് ചെയ്യണമെങ്കിൽ പേൾപ്പിന് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് പേൾപ്പിന് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇവിടെയും ഞാൻ 1 ഫൂട്ട് ഇട്ട് തന്നെയാണ് അടിക്കുന്നത്. കാരണം നമ്മുടെ എംബ്രോയിഡറിയിലേക്ക് ഒരു കാരണവശാലും സൂചി കയറാൻ പാടില്ല. കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂചി ഒടിഞ്ഞും പോകും, നമ്മുടെ വർക്ക് കൊളായും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഫൂട്ട് ഇട്ട് തന്നെ വേണം കേട്ടോ അടിക്കാനായിട്ട്. അപ്പോൾ അതെ നമ്മൾ ഗ്യാദേഴ്സിൻ്റെ ആ ഒരു പോർഷൻ, ഗ്യാദേഴ്സ് അല്ല പ്ലീറ്റ്സിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മളിത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള പോർഷനിൽ അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇരുവശങ്ങളിലും പ്ലെയിൻ ആയിട്ടുള്ള പോർഷനിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ പോർഷൻ റെഡിയായി കേട്ടോ. ഫ്രണ്ടിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട് പോർഷൻ റെഡിയായി. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. ലൈനിങ് വെച്ചാണ് കേട്ടോ നമ്മൾ കഴുത്തടിച്ച് മറിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഓൾറെഡി വെട്ടി വെച്ചിരുന്ന ലൈനിങ്ങിൻ്റെ മേളിലേക്ക് ഇപ്പം നമ്മൾ യോജിപ്പിച്ചെടുത്ത യോക്ക് പോർഷൻ ഉണ്ടല്ലോ, ആ യോക്ക് പോർഷൻ നമ്മളിത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ല വശം ലൈനിങ്ങിൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. നല്ല വശം നമ്മൾ ലൈനിങ്ങിലേക്ക് ചേർത്തിട്ട് കൊടുത്തേക്കുവാണ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. ലൈനിങ് വെച്ചാണ് നമ്മൾ കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല കറക്റ്റായിട്ടൊരു 1/4 ഇഞ്ച് ഡിഫറൻസ് വിട്ടതിന് ശേഷം നമ്മളിത് അടിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിത് ആ എക്സ്ട്രാ ഉള്ള ലൈനിങ്ങിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ എക്സസ് ആയിട്ടുള്ള പോർഷൻ മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മൂലകളുണ്ടല്ലോ, നമുക്ക് 3 മൂലകൾ ഇതിൽ വന്നിട്ടുണ്ട്. ആ 3 മൂലകൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് മറ്റേ തയ്യലിൽ കൊള്ളാതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ തയ്യലിൽ കൊള്ളാതെ കട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ കണ്ടോ, ആ ഒരു 3 മൂലകളുണ്ട്. ആ 3 മൂലയിലും നമ്മൾ തയ്യലിൽ കൊള്ളാതെ കട്ട് ചെയ്ത് എടുത്താലേ നമുക്ക് കൃത്യമായിട്ട് നന്നായിട്ട് നമ്മൾക്ക് തിരിഞ്ഞു വരത്തുള്ളൂ. ഇനി നമ്മളിത് അങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണ്. അടിച്ചു കൊടുത്താലേ ഇങ്ങനെ എഴുന്നേറ്റ് വരാണ്ട് നല്ല നീറ്റായിട്ട് ആ ഒരു കഴുത്തിൻ്റെ പോർഷൻ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഇതുപോലൊന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണ്. പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ ഈ ഒരു പോർഷനിലും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോർഷനിലും കൂടി ഇത് ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഡിസൈനർ വെയർ ആണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കഷ്ടപ്പാടുണ്ട്, എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനർ വെയർ ഇടണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കുറച്ച് സമയമെടുത്ത് ക്ഷമയോടെ ഇതുപോലൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. ഇതൊരു ഏകദേശം ഒരു ബൊട്ടിക്കിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു 5000 ഉറപ്പാണ് ഈ കുർത്തയുടെ വില. 5000 അല്ല കേട്ടോ, അതിന് മേളിൽ പോവും. എന്നാലും ഞാൻ കുറച്ച് റേറ്റ് കുറച്ച് പറഞ്ഞാണ്. ഒരു ബൊട്ടിക്കിലൊക്കെ ചെന്ന് നമ്മൾ വാങ്ങാനാണെങ്കിൽ അത്രയെങ്കിലും മിനിമം ആവും കേട്ടോ. അപ്പോൾ നമ്മളത് സൈഡ്സൊക്കെ അത് ഇതുപോലൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സസ് ആയിട്ട് കുറച്ച് ലൈനിങ് ഒക്കെ, നമ്മൾ ലൈനിങ് നേരത്തെ വെട്ടിയത് ബാക്ക് പോർഷൻ്റെ കറക്റ്റ് നീളവും വീതിയിലും ഒക്കെ നമ്മൾ ബാക്ക് പോർഷൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ കട്ടിങ്ങും എല്ലാം പരിപാടിയും തീർത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷൻ ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പോർഷൻ ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഈ 1 ഇഞ്ചിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സിബ് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് ഇങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സിബ് വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടത്. ഇനി നിങ്ങൾ സിബ് വെക്കണ്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഇവിടെ ഈ 1 ഇഞ്ച് ഇടേണ്ട ആവശ്യമില്ല. ഈ 1 ഇഞ്ച് ഇടാണ്ട് നിങ്ങൾക്ക് അതിലം വഴി തന്നെ കട്ട് ചെയ്തെടുക്കാം. സിബ് വെക്കുന്നവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ 1 ഇഞ്ച് നിങ്ങൾ ഇടണം കേട്ടോ. ഇതേപോലെ 1 ഇഞ്ച് നമ്മൾ വിട്ട് കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അത് മൈൻഡ് ചെയ്യേണ്ട. ആ 1 ഇഞ്ച് നമുക്ക് സിബ് വെക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. ഇനി നമ്മൾ നോർമലായിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് ഇതുപോലെ വിട്ടതിന് ശേഷം ഇനി നമ്മൾ അതുമായിട്ട് നോക്കണ്ട. ഇനി നമ്മൾ നോർമൽ മാർക്കിംഗ് ആണ് ചെയ്യുന്നത്. 3 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൻ്റെ കഴുത്തിന് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 3 ഇഞ്ച് എടുത്ത് താഴത്തേക്ക് ഞാനൊരു 4 ഇഞ്ച് ഇറക്കമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം എനിക്ക് 4 ഇഞ്ച് മതി. അതുകൊണ്ട് ഞാൻ 4 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ ഇറക്കം വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത് എടുക്കാം. ഒരു 5.5-6 ഇഞ്ച് വരെയൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. 6 ഇഞ്ചൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് ഇറക്കാവുന്നതാണ്. ഞാൻ ബാക്കിൽ യു നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ യു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സസ് ആയിട്ടുള്ള പോർഷൻ എല്ലാം ഇപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ 6 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുന്നു. താഴത്തേക്ക് നമ്മൾ ആം ഹോൾ നേരത്തെ മാർക്ക് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ കൃത്യം വെച്ച് കൊടുത്തതിന് 1 ഇഞ്ച് ഇവിടെ വിട്ടതിന് ശേഷം നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. താഴത്തേക്ക് 7 ഇഞ്ച് ഇറക്കി കൊടുത്തു. ബാക്കിൽ നമ്മൾ നോർമൽ നമ്മൾ ആം ഹോളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ 1.5 ഇഞ്ച് നമ്മളിത് അവിടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സിബ് വെക്കാനുള്ള ആ ഒരു പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് നമുക്ക്. അപ്പോൾ സിബ് വെക്കാത്തവരാണെങ്കിൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ നമ്മുടെ മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എക്സസ് ആയിട്ടുണ്ടായിരുന്ന പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് തയ്ച്ചെടുത്തത് പോലെ തന്നെ നമുക്ക് ബാക്കും കൂടി ലൈനിങ് വെച്ച് അതുപോലെ ഒന്ന് അടിച്ചു മറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പേൾപ്പിന്നൊക്കെ കുത്തിയേക്കുന്ന കാണുന്നില്ലേ, ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ പേൾപ്പിന്നൊക്കെ വെച്ച് കുത്തി കൊടുത്തിട്ടേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് തെന്നി നീങ്ങി അതിൻ്റെ ഇഷ്ടത്തിന് പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇഷ്ടത്തിന് അതിനെ വിടരുത്. ഇതേ നമ്മൾ കഴുത്ത് അടിച്ച് മറിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് തുണി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുവാണ് കഴുത്ത്. ഇങ്ങനെ പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സിബൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിബ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻവിസിബിൾ സിബാണ് കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. ഇൻവിസിബിൾ സിബ് വെക്കുന്ന വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താതിരുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സിബ് വെച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനിൽ നമ്മളിത് ഇതുപോലെ തുറന്നിടുവാണ് കേട്ടോ. ബാക്ക് സൈഡിലാണ് നമ്മൾ മറ്റേ സീം കാണാത്ത രീതിയിൽ നമ്മൾ അടിച്ചെടുക്കണമെങ്കിൽ ജോയിൻ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ തുറന്നിട്ട് കൊടുത്തതിന് ശേഷം ബാക്ക് സൈഡ് നമ്മൾ ഇതുപോലെ തുറന്നിട്ട് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശം ബാക്ക് സൈഡിൻ്റെ നല്ല വശത്തിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് ശ്രദ്ധയോടെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ പേർക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഷോൾഡർ എങ്ങനെയാണ് സീം കാണാതെ ജോയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൻ്റെ
ആ ഒരു പോർഷൻ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തേക്കുവാണ്. ഫ്രണ്ട് പോർഷൻ നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോൾഡർ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിൻ്റെ ഷോൾഡറിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ച് നമ്മൾ ആ ഫ്രണ്ട് സൈഡിനെ ഒന്ന് കവർ ചെയ്ത് പൊതിഞ്ഞെടുത്തേക്കുവാണ് കേട്ടോ. അങ്ങനെ പൊതിഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് 2 തവണ ഇതുപോലെ ഷോൾഡറിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സെക്യൂർ ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നിവർത്തി എടുക്കുമ്പോൾ നമുക്ക് ഷോൾഡർ മര്യാദക്ക് നമ്മുടെ ജോയിൻ ആവും. അപ്പോൾ നമുക്ക് 2 വശം ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടിയൊക്കെ തീരും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ എല്ലാ സൈഡ്സിലും ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഷോൾഡറും കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് മറ്റേ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ അതൊക്കെ ആ വശങ്ങളെല്ലാം നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഇതുപോലെ പേൾപ്പിന് വെച്ച് കുത്തി കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസ് എല്ലാം മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുത്തില്ല എങ്കിൽ നമ്മൾ ബാക്കി 2 സൈഡും കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ എല്ലാ വശങ്ങളും ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ചേർത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ആ ഒരു സെൻറ്ററിൽ നിന്നാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് തുടങ്ങുന്നത്. നമ്മളിതിങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്ച്ചെടുത്തേക്കുന്ന തുണി ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം ആം ഹോളിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് ആ വശം ഒരു 1/4 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടത് ഇതുപോലൊന്ന് സൈഡ് വഴി നമ്മളൊന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും അതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ, ആം ഹോളിൻ്റെ ആ ഒരു സൈഡ്. അപ്പോൾ നമ്മൾ 2 സ്ലീവും ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 2 സ്ലീവിലും നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 സ്ലീവും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഞാനിതിലിങ്ങനെ 2 തവണ ആയിട്ടൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. 2 തവണ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ഹോളിൻ്റെ സൈഡ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ജോയിൻസ് ഒക്കെ വിട്ടുപോകാൻ സാധ്യതയുള്ള നമ്മൾ ടൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 തവണ ആയിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും കൂടെ 2 തവണ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണിയാക്കി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ 2 സ്ലീവും ജോയിൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 വശത്തും നമ്മുടെ ഷേപ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുർത്ത റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ സ്ലീവിൻ്റെ ആ ഒരു സൈഡിൽ ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെറുതെ സിമ്പിളായിട്ട് മാർക്കിംഗ് ഒന്നും കൊടുക്കാണ്ട് 2 സൈഡിലും ഒന്ന് വെറുതെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സിമ്പിളായിട്ട് ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷേപ്പൊക്കെ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ സൈഡിലൊന്ന് വെച്ച് ഇതേപോലെ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് ഫിറ്റിംഗ് ഒക്കെ നോക്കാം. ഇനി നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ കുറച്ചൊന്ന് നെക്കിൻ്റെ പോർഷനിലൊന്ന് ബാക്കി ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ചെയ്യാതിരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു സമയത്താണ് കേട്ടോ എംബ്രോയ്ഡറി എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എംബ്രോയ്ഡറി എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ ഒറിജിനൽ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവൊക്കെ കുറച്ചൊന്ന് ഇതേപോലെ എംബ്രോയ്ഡറി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിനെല്ലാം ശേഷമാണ് ഞാൻ ഇതേപോലെ ഒന്ന് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു സ്പ്രെഡ് പോലെ ഉള്ള മെറ്റീരിയൽസ് എല്ലാം വെച്ചൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 2 സൈഡിലും എൻ്റെ അളവിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അത് ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് ഇതിൻ്റെ 2ആയിട്ട് മടക്കിയിട്ട് നല്ല നീറ്റായിട്ട് 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ ഇപ്പോഴത്തെ കറക്റ്റ് അളവിലുള്ളൊരു ഡ്രസ്സ് ഇതിൻ്റെ മേളിലേക്കും എടുത്തിട്ട് കൊടുത്തതിന് ശേഷം ആ അളവിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്താൽ മതി. നമ്മുടെ സ്ലിറ്റ് വരെയുള്ള മാർക്കിങ് നമ്മൾ കറക്റ്റായിട്ട് എടുത്താൽ മതി. അത് കഴിഞ്ഞ് താഴത്തേക്ക് മാക്സിമം നമുക്ക് എന്തോരം വീതിയാണോ ഉള്ളത് ആ ഒരു സൈഡിലേക്ക് നമുക്ക് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണെന്ന് അടിച്ചു കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ മാക്സിമം ഫ്ലെയർ നമുക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഷേപ്പ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും താഴെ നമ്മൾ മടക്കി അടിക്കുവാണ് കേട്ടോ. ഇത് നമ്മൾ മടക്കി അടിച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുർത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.